ഇതുവചനം തിരുവചനം മുക്തിദായക വചനം എൻ ഹൃത്തിൽ ഫലമേകും ജീവദായക വചനം. ഈ വചനം കേട്ടിടുവാൻ ഹൃദയമൊരുക്കിയിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹവാത്സല്യമുള്ളവരെ, ഇന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സ്വർഗാരോഹണ തിരുനാൾ. സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കേവർക്കും ആശംസിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇതാ ദൈവത്തിന്റെ കൂടാരം, സിംഹാസനസ്ഥൻ അരുളി ചെയ്യുന്നു, സ്വർഗവും ഭൂമിയും നമുക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും ദൈവം നമുക്ക് സമ്മാനിച്ചുകൊണ്ട് ആ മനുഷ്യരോടൊത്തുള്ള സ്വർഗത്തിലെ വാസം ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ കൂടാരത്തെ പറ്റി. ഞാനിന്ന് നിൽക്കുന്നത് ഒരു ഉയർന്ന മലയിലുള്ള ഒരു ദേവാലയത്തിന്റെ സമുച്ചയത്തിലാണ്. ആ ദേവാലയത്തിന്റെ പ്രവേശന കവാടത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവത്തിന്റെ കൂടാരം, സ്വർഗത്തിന്റെ വാതിൽ. അതേ പ്രിയമുള്ളവരെ, ഒരു സ്വർഗീയ വിചാരമാണ് ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ നമുക്ക് സമ്മാനിക്കുന്നത്. സ്വർഗം ലക്ഷ്യമാക്കി ഈ ഭൂമിയിൽ യാത്ര ചെയ്യേണ്ടവരാണ് ഞാനും നിങ്ങളും. ആ യാത്രയിൽ നമുക്ക് കരുത്തായി നൽകുന്നത് ദൈവത്തെ പറ്റിയുള്ള ഓർമ്മകളാണ്. ആ ഓർമ്മകൾക്ക് ഇന്ന് ദൈവം നമ്മെ ഓരോ നിമിഷവും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആ പദ്ധതി പൂർത്തീകരിക്കുവാൻ വേണ്ടി നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കുകയാണ്. നിശ്ചയമായും ദൈവത്തിൻ്റെ കൂടാരത്തിൽ നാം ഓരോരുത്തരും സുരക്ഷിതരാണ്. ആ ദൈവിക കൂടാരം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ ഇന്ന് ഈ സ്വർഗാരോഹണ തിരുനാളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊരു കാര്യമാണ്: ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിരിക്കുക. ഓരോ ക്രൈസ്തവനും യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. ആ ശിഷ്യഗണത്തിലേക്ക് നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അങ്ങനെയാണെങ്കിൽ ആ ശിക്ഷഗണത്തിന് ഈശോ നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ ലോകമെങ്ങും പോയി കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുക. ആ സുവിശേഷം എന്താണ്? പാപത്തിന്റെ മോചനവും ആ ദൈവികമായിട്ടുള്ള സ്നേഹത്തിന്റെ ഇടപെടലുമാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ സുവിശേഷ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ സാക്ഷികളായി വിരാജിക്കുവാൻ വേണ്ടി ഇന്ന് നമ്മെ ഈ സ്വർഗാരോഹണ തിരുനാൾ അനുഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിനായി നമുക്ക് കരുത്ത് നൽകുന്നത് മറ്റൊരു വസ്തുതയാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മോശയ്ക്ക് ദൈവം ഒരു വടി കൊടുത്തു. അതുപോലെ താങ്ങായി പരിശുദ്ധാത്മാവിന്റെ സഹായമാണ് ഈശോ വാഗ്ദാനം ചെയ്യുന്നത്. ഭയചകിതരായ ശിക്ഷഗണത്തോട് ഈശോനാഥൻ കൽപ്പിച്ചു നൽകി, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. അതേ പ്രിയപ്പെട്ടവരെ, അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയുമ്പോൾ ജീവിതത്തിന്റെ ഭയപ്പാടുകൾ അകലുവാൻ വേണ്ടി നമ്മെ സഹായിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ മഞ്ഞുമൽ കർമ്മലിത്ത സഭയിലെ 2 വന്യരായ വൈദികർ ആക്രമിക്കപ്പെട്ടു. തീർച്ചയായും ഹൃദയഭേദകമായ വെളിപ്പെടുത്തലുകളാണ് ആ സഹോദര വൈദികർ നമുക്ക് നൽകിയത്. അവരുടെ ജീവിതത്തിൽ ആ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ വേണ്ടി മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ നിശ്ചയമായും ആ ശിക്ഷഗണത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഇവിടെ നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്നത്. ഇന്ന് ആ യഥാർത്ഥ സാക്ഷ്യത്തിന് ഈ 2 വന്യ വൈദികർ നമുക്ക് ജീവനോടുകൂടി ഈ ഭൂമിയിൽ സാക്ഷ്യം നൽകുവാൻ വേണ്ടി വെളിപ്പെടുത്തലുകളുമായി നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോൾ നിശ്ചയമായും
ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ ഉത്തരവാദിത്തമാണ് ഓർമ്മിപ്പിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തമായിട്ടുള്ള അഭിഷേകം നമ്മളിൽ വന്ന് നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ശക്തി നമ്മൾ സംഭരിക്കുന്നു. അങ്ങനെ സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ഒരിക്കൽ കൂടി ഈ സ്വർഗാരോഹണ തിരുനാൾ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഇതാ ദൈവത്തിന്റെ കൂടാരം. സ്വർഗത്തിന്റെ ആ വലിയ ചിന്ത നമ്മെ ഓരോരുത്തരെയും ആ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് നീങ്ങുവാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിക്കട്ടെ. ഓരോ നിമിഷവും ആ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ നന്മയും കരുണയും കരുത്തായി നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തമായിട്ടുള്ള അഭിഷേകത്താൽ നിറഞ്ഞുകൊണ്ട് ഒരു യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയായി ജീവിച്ചുകൊണ്ട്, ആ ക്രിസ്തുവിന് യഥാർത്ഥ സാക്ഷികളായി ജീവിച്ചുകൊണ്ട് ഒരു ക്രിസ്തു ശിഷ്യനായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.